നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ആർട്ടിക്കിൾസ് 12 തൊട്ട് 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ്. മൗലിക അവകാശങ്ങൾ മറ്റ് സാധാരണ അവകാശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റിയായിരുന്നു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1978 44-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഫണ്ടമെൻ്റൽ റൈറ്റിനെ ഡിലീറ്റ് ചെയ്യുകയും പാർട്ട് 12 ആർട്ടിക്കിൾ 300A അണ്ടറിൽ ഇതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, ക്വാളിഫൈഡ് ആണ്. അതായത് ഈ അടിസ്ഥാന അവകാശങ്ങൾ പൂർണ്ണമായും പരമാവധി സ്വാതന്ത്ര്യമല്ല. രാജ്യത്തിൻ്റെ സുരക്ഷയെയും പൊതു താൽപ്പര്യത്തെയും കരുതി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് നോട്ട് അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മേലെ ഏർപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നത്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 തൊട്ട് 24 വരെയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെക്കുറിച്ച് പറയുന്നത്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെക്കുറിച്ച് പറയുന്നത്. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29 തൊട്ട് 30 വരെയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. മൗലിക അവകാശങ്ങൾ പൂർണ്ണമായും പരമാവധി സ്വാതന്ത്ര്യമല്ല. രാജ്യത്തിൻ്റെ സുരക്ഷ, പൊതുശാന്തി, നന്മ എന്നിവയൊക്കെ സംരക്ഷിക്കാൻ സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. താൽപ്പര്യത്തിനായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ഒഴിച്ചാൽ മറ്റേതെങ്കിലും വിധത്തിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നമുക്ക് സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 5 റിട്ടുകളാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറാറി, ക്വോ വാറണ്ടോ എന്നിവ. അന്യായമായ തടവിൽ പാർപ്പിച്ച ആളെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുന്നതാണ് ഹേബിയസ് കോർപ്പസ്. സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ കടമ നിർവഹിക്കാൻ കോടതി ഉത്തരവിടുന്നതാണ് മാൻഡമസ്. താഴ്ന്ന കോടതിയെ കേസ് പരിഗണിക്കുന്നത് നിർത്താൻ മേൽക്കോടതി ഉത്തരവിടുന്നതാണ് പ്രൊഹിബിഷൻ. താഴ്ന്ന കോടതിയുടെ ഉത്തരവ് റദ്ദാക്കാൻ മേൽക്കോടതി ഉപയോഗിക്കുന്ന റിട്ടാണ് സെർഷ്യോറാറി. ഒരാൾ ഒരു പദവി കൈവശം വയ്ക്കാൻ അർഹനാണോ എന്ന് ചോദ്യം ചെയ്യുന്നതാണ് ക്വോ വാറണ്ടോ. ഈ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ പൗരൻ്റെയും സ്വാതന്ത്ര്യവും സമത്വവും മനുഷ്യമഹത്വവും സംരക്ഷിക്കുന്നതിനായി ഭരണഘടന ഇവ ഉറപ്പു നൽകുന്നു. ജാതി, മതം, ഭാഷ, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരെയും വിവേചനം ചെയ്യരുതെന്ന അടിസ്ഥാന അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ അവകാശം, മതസ്വാതന്ത്ര്യം തുടങ്ങിയവ ജനാധിപത്യ സമൂഹത്തിൻ്റെ ശക്തിയാണ്.
ഈ അവകാശങ്ങൾ സർക്കാർ അധികാരങ്ങളുടെ ദുരുപയോഗം തടയുകയും പൗരന്മാർക്ക് നിയമപരമായ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ ഐക്യത്തിനും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനും അടിസ്ഥാന അവകാശങ്ങൾ വളരെ പ്രധാനമാണ്. അതിനാൽ ഓരോ പൗരനും തൻ്റെ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുകയും ബാധ്യത പുലർത്തുകയും വേണം.